എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ഷിന്യുവിനെയും അതേപോലെ തന്നെ ജോയിനെയും കാണിച്ചുകൊണ്ടാണ്. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയ ആ ശാപമില്ലേ, അതിപ്പോൾ ഈ ജന്മത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയായിരുന്നല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അവിടെയായിട്ട് പോലീസുകാർ വരും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഷിന്യുവിൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ആ ഗാർഡനർ ഉണ്ടല്ലോ, അയാൾ നിങ്ങളെ പറ്റിച്ചെന്നാ തോന്നുന്നത്. ഞങ്ങളാണെങ്കിൽ ഈ പരിസരം മൊത്തവും അരിച്ചു പറക്കി, എന്നാൽ അയാളുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യുവും അതേപോലെ തന്നെ ജോയും പറയും അവനെ വേഗം തന്നെ പിടികൂടണം എന്ന്. അങ്ങനെ പോലീസുകാർ അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്യുവും അതേപോലെ തന്നെ ജോയും കൂടി കാറിൽ യാത്ര ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ജോ പറയും, നീ എന്നെ ആ ബസ് സ്റ്റോപ്പിലായിട്ട് ഇറക്കിയാൽ മതി, ഞാൻ അവിടെ നിന്ന് ബസ് കയറി പൊക്കോളാം എന്ന്. അപ്പം നമ്മുടെ ഷിന്യു പറയും, അതൊന്നും പറ്റത്തില്ല, നീ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ ജോയിനെയും വിളിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലായിട്ട് വരും. വന്ന് കയറുന്നതും നമ്മുടെ ജോയാണെങ്കിൽ ഷിന്യുവിനുള്ള മരുന്നെടുക്കാൻ പോകും. അപ്പോൾ ഷിന്യു ചോദിക്കും, നിനക്ക് എന്നെ പറ്റി ഇത്രയും കെയർ ഉണ്ടായിരുന്നിട്ടാണോ എന്നെ കളഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയത്? അപ്പോൾ നമ്മുടെ ജോ പറയും, അത് നിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നത്, അല്ലാണ്ട് എനിക്ക് നിൻ്റെ അടുത്ത് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ഷിന്യു അവളുടെ അടുത്ത് ഒരു ഉമ്മ ചോദിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യും. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു കട്ടിൽ കിടക്കുന്നതാണ്. അവിടെയായിട്ട് രണ്ടെണ്ണത്തിന് ഉറക്കം വരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ജോ പറയും, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ രാത്രി ഉറങ്ങത്തില്ല, ഞാനൊരു കാര്യം ചെയ്യാം, പുറത്ത് ആ സെറ്റിയിൽ അങ്ങാണാൻ പോയി കിടക്കാം. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കിടന്ന് ഉറങ്ങും. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ്. പെട്ടെന്ന് നമ്മുടെ ഷിന്യു എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ടുപേരും അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. അതേപോലെ തന്നെ പുറത്ത് ആരോ കോളിംഗ് ബെല്ലും അടിക്കുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ ആരാ, നമ്മുടെ ഷിന്യുവിൻ്റെ പേരൻസ് ആണ്. ഇത് കാണുന്നേ അവൻ ഭയങ്കരമായിട്ടും പേടിച്ചു പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ജോയിനെ വന്ന് വിളിക്കും. ജോയും നല്ലതുപോലെ ടെൻഷനിലായിരുന്നു. അവൾ പറയും, ഞാൻ ഈ സമയത്ത് എവിടെ പോയി ഒളിക്കാനാ, അവരെങ്ങനെ ആയിരുന്നാലും എന്നെ കണ്ടുപിടിക്കത്തില്ലേ എന്ന്. അപ്പം നമ്മുടെ ഷിന്യു പറയും, നീ ഒളിക്കുന്ന എന്തോത്തിനാ, ഇതത്ര പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ, അവർക്ക് നന്നായിട്ട് അറിയാലോ നമ്മൾ രണ്ടൊരു റിലേഷൻഷിപ്പിലാണ് എന്ന്, പിന്നെ നീ ഒളിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ജോ പറയും, എൻ്റെ കോലം കണ്ടില്ലേ, ഞാനിപ്പോൾ ഉറങ്ങി അങ്ങോട്ട് എണീറ്റതേ ഉള്ളൂ, ഞാനിപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കുന്നത്, എനിക്ക് അവരെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഷിന്യു അവളെ എൻകറേജ് ചെയ്യും. എന്നിട്ട് പറയും, നിന്നെ കാണാൻ യാതൊരു കുഴപ്പമില്ല, നീ നല്ല സുന്ദരിയായിട്ടിരിക്കുക എന്ന്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് രണ്ടുപേരും വാതിൽ തുറന്ന് ഷിന്നുവിൻ്റെ പേരൻസിനെ അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഷിന്നുവിൻ്റെ അച്ഛനാണെങ്കിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ജോയിനെ ഇവിടെ കണ്ടിട്ട് അവൻ ചോദിക്കും, എന്നാലും നിനക്ക് നാണമില്ലല്ലോ, അന്നാണെങ്കിൽ നിന്നെ കാരണമാണ് എൻ്റെ മോന് കുത്തേറ്റത്, അതിൻ്റെ കൂടെ തന്നെ നീ അവനെ കാണാനൊന്നും വന്നത് കൂടിയില്ല, അതും പോരാൻ എൻ്റെ മോൻ നേരെയാവുന്നതിന് മുന്നേ തന്നെ അവൻ്റെ കൂടെ സ്റ്റേ ചെയ്യാനും തുടങ്ങിയോ, നീ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛൻ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നുവും അതേപോലെ തന്നെ അവൻ്റെ അമ്മയൊക്കെ ഇയാളെ തടയാനൊരുങ്ങും. അപ്പോൾ നമ്മുടെ ജോ പറയും, എനിക്കറിയാം ഞാൻ കാരണമാണ് ഷിന്യുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഗിൽറ്റ് കാരണമാണ് ഞാൻ അവനെ കാണാൻ വരാഞ്ഞ്, ഞാനാണെങ്കിൽ അവനുമായിട്ട് ബ്രേക്കപ്പ് ആവാനും ശ്രമിച്ചു, എന്നാൽ എന്നെക്കൊണ്ട് അവനുമായിട്ട് ബ്രേക്കപ്പ് ആവാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ ജോ അവിടെ തുറന്നു പറയും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഷിന്യുവിൻ്റെ അച്ഛനാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അപ്പോൾ അയാൾ പറയും, ഇതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരത്തില്ല എന്ന്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷിന്യുവിൻ്റെ അമ്മയാണെങ്കിൽ വേഗം തന്നെ അവൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറയും, നിങ്ങളിവിടെ നിൽക്കേണ്ട, വേഗം നമുക്ക് പോവാം, അവർക്ക് രണ്ടുപേർക്കും കുറച്ച് സമയം കൊടുക്കുമെന്നും പറഞ്ഞിട്ട് അവർ വിളിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയും ഷിന്യും കൂടി സംസാരിക്കുന്ന. അവിടെ ജോയാണെങ്കിൽ പറയും, എന്തൊക്കെയായിരുന്നാലും നിൻ്റെ അച്ഛൻ പറഞ്ഞത് കറക്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഷിന്യു പറയും, നീ അച്ഛൻ പറഞ്ഞൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്ന്. എന്നാൽ ജോ പറയും, ഞാനാണെങ്കിൽ നിൻ്റെ അച്ഛൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് നീയുമായിട്ട് ബ്രേക്കപ്പ് ആവത്തൊന്നുമില്ല. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിന്യുവിൻ്റെ അമ്മയാണെങ്കിൽ ഷിന്യുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്ന. ഷിന്യുവിൻ്റെ അമ്മ പറയും, നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി, എന്തൊക്കെയായിരുന്നാലും മുന്നേ യൂനയായിട്ട് നമ്മുടെ മോൻ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നിങ്ങൾ ഭയങ്കര സംസാരമായിരുന്നല്ലോ, അതായത് നിങ്ങൾ ഒരുമിച്ച് താമസിക്കണം, ഒരുമിച്ച് കിടക്കണം, കല്യാണത്തിന് മുന്നേ കുഞ്ഞുണ്ടായിരുന്നാലും കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞ്, ഇപ്പം എന്താ ഇങ്ങനൊരു മാറ്റം എന്ന് അയാളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഷിന്യുവിൻ്റെ അച്ഛൻ പറയും, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെങ്കൊച്ച നമ്മുടെ ഫാമിലിക്ക് ചേർന്നൊരു പെങ്കൊച്ചയല്ല, അവളുടെ സ്റ്റാറ്റസ് ഒന്നും അത്ര പോരാ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യുവിൻ്റെ അമ്മ പറയും, എന്നെ കല്യാണം കഴിക്കാൻ നേരത്ത് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ആയിരുന്നല്ലോ, എനിക്കും വലിയ സ്റ്റാറ്റസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഷിന്യുവിൻ്റെ അച്ഛൻ പറയും, അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേ ഷിന്യുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരും. അവർ പറയും, ഓ അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ നമുക്ക് വൈകാതെ തന്നെ ഡിവോഴ്സ് ചെയ്തേക്കാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജോയാണെങ്കിൽ ഇപ്പോൾ അവളുടെ വീടില്ലേ, അതായത് വണ്ണ് താമസിക്കുന്ന ആ വീട് അവിടെയായിട്ട് വരുന്നതാണ്. എന്നിട്ട് അവളാണെങ്കിൽ വണ്ണിൻ്റെ അടുത്ത് പറയാനായിട്ട് വരും, അതായത് അവൾ ഇനി ഇവിടെ തന്നെ കാണും, പെർമനൻ്റ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും എന്ന്. അപ്പോൾ നമ്മുടെ വണ്ണാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് പറയും, ഞാനിത് ഓൾറെഡി അറിഞ്ഞായിരുന്നു എന്നും പറഞ്ഞിട്ട് സംസാരിക്കുന്നതും അകത്തുനിന്ന് വേറൊരു ആൻറ്റി ഇറങ്ങി വരും. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജോ നേരത്തെ നിന്ന് അവളുടെ അമ്മയുടെ ആ ഫ്രണ്ടില്ലേ, അവർ തന്നെയാണ്. അവരാണെങ്കിൽ നമ്മുടെ ജോയിനെ പറ്റി ആലോചിച്ച് നല്ല ടെൻഷനായിരുന്നു, അതുകൊണ്ട് അവരിപ്പോൾ ഈ വീട്ടിലോട്ട് വന്നത്. അവിടെയായിട്ട് ഇവർ 3 പേര് സംസാരിക്കും. അപ്പോഴാണെങ്കിൽ ഈ ആൻറ്റി
ചോദിക്കും, അല്ല ആ ഗാർഡനർ നിന്നെ കോൾ ചെയ്തപ്പോൾ നീ തനിച്ചിറങ്ങി ഓടിയില്ലേ, നിനക്ക് എന്താ പേടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പോഴാണെങ്കിൽ നമ്മുടെ വണ്ണ് പറയും, ഇനി മേല നീ ആരടുത്തും പറയാതെ എവിടേക്ക് ഒറ്റയ്ക്ക് പോകരുത് എന്ന്. അപ്പോൾ ആൻറ്റി ഒരു കാര്യം റിവീൽ ചെയ്യും. അതായത് നമ്മുടെ വണ്ണിന് വീട് കൊടുക്കാൻ നേരത്ത് അവരെ ആഗ്രഹിച്ചിരുന്നത് നമ്മളുടെ ജോയും അതേപോലെ തന്നെ വണ്ണും റിലേഷനിലാവണം എന്നായിരുന്നു. അപ്പോൾ അവർ പറയും, ഞാൻ ഓൾറെഡി ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളെ പൊന്നു പോലെ നോക്കണമെന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഷിന്യു വരും. എന്നിട്ടാണെങ്കിൽ ആൻറ്റി അടുത്ത് പറയും, അതെ നിങ്ങളാണെങ്കിൽ ഏൽപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരാളുടെ അടുത്താണ്, ഞാനാ ഇവളുടെ യഥാർത്ഥ ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് അവനവിടെ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് കാണുന്നതും ആ ആൻറ്റി നമ്മുടെ ജോയുടെ അടുത്ത് ചോദിക്കും, ഓഹോ ഇതാണോ നിൻ്റെ ബോയ് ഫ്രണ്ട്? ഇവനെ കാണാൻ എന്ത് സുന്ദരന, എന്ത് നീളമുണ്ട്, അല്ലേലും ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നിങ്ങനെ അവർ ജസ്റ്റ് അസൂയയോടെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ ഇല്ലേ, അയാൾക്കാണെങ്കിൽ അതേ ഓഫീസിൽ തന്നെയുള്ള ആ മാനേജറായിട്ടുള്ള ലേഡീനെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അയാൾക്ക് ഒരു ഡേറ്റിൻ്റെ പ്രപ്പോസലും വന്നായിരുന്നു. ആ ലേഡിയാണെങ്കിൽ ഇപ്പോൾ ആ ഓഫീസിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതായത് നിങ്ങൾ ഇവരെ കണ്ടിട്ടാണോ എന്നെ റിജക്റ്റ് ചെയ്തത് എന്നും ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ നല്ലൊരു അടി തന്നെ ഉണ്ടാവും. അതായത് നമ്മുടെ മാനേജർ ലേഡിയും അതേപോലെ തന്നെ നമ്മളുടെ ആ സൂപ്പർവൈസർ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു പെണ്ണില്ലേ, ആ പെണ്ണും തമ്മിൽ. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന എംപ്ലോയീസ് എല്ലാം ഭയങ്കര ഷോക്കായിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർവൈസറിൻ്റെ പേരിൽ മടി ഉണ്ടാക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയ് ആണെങ്കിൽ ഓഫീസിലായിട്ട് വരും. അവിടെ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അവളുടെ കൂടെയുള്ള 2 സീനിയേഴ്സ് ഇല്ലേ, അവരാണെങ്കിൽ നമ്മുടെ ജോലിയുടെ അടുത്ത് പറയും, എന്തായിരുന്നാലും നീ വലിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നില്ലേ, നീ മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ നമ്മുടെ ജോയിനെയും പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ സൂപ്പർവൈസറുടെയും അതേപോലെ തന്നെ നമ്മളെ ആ മാനേജർ ലേഡിയില്ലേ ഇവരുടെ 2 പേരുടെയും റിലേഷനെ പറ്റി പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ ഭയങ്കര ഷോക്കായി പോവും. അവൾ പറയും, ഞാൻ ഇങ്ങനൊരു കാര്യം ഇമാജിൻ ചെയ്തതേ ഇല്ല എന്ന്. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ് പറയും, അതെ ഞങ്ങളും നിന്റെ കാര്യത്തിൽ നല്ലതുപോലെ ഷോക്കായിരുന്നു, അതായത് നീയും ഷിന്യുവും ഇഷ്ടത്തിലാണ് എന്നറിഞ്ഞപ്പോൾ. അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യുവിൻ്റെ അടുത്തായിട്ട് വണ്ണ് വരുന്നതാണ്. വണ്ണ് വന്നിട്ട് പറയും, നിൻ്റെ അടുത്ത് ഉടനെ തന്നെ മേയർ വന്നിട്ട് റിസൈൻ ചെയ്യാൻ പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മോളെ ഡേറ്റ് ചെയ്യാത്ത ഒരാളിനെ അയാൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നീ അയാളുടെ കീഴിൽ തന്നെ നിന്നിട്ട് വേറൊരു പെണ്ണിനെ ഡേറ്റ് ചെയ്യുമല്ലേ. അപ്പം നമ്മുടെ ഷിന്യു പറയും, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ റെസിഗ്നേഷൻ എഴുതി വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ഓൾറെഡി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ഇവിടേക്ക് ജോലിക്ക് കയറിയത് തന്നെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ ഷിന്യോട് ഉറപ്പിച്ചു പറയും. അപ്പോൾ നമ്മുടെ വണ്ണ് പറയും, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, മേയർ നിന്നെ പറഞ്ഞു വിടുമെന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജോയിനെയാണ്. അവളാണെങ്കിൽ ഒരു പാർക്കിലായിട്ട് വരുന്നതും അവൾ എപ്പോഴും പാർക്കിൽ വെച്ചിട്ട് കാണുന്ന ഒരു കൊച്ചിറക്കനില്ലേ, അവനെയാണെങ്കിൽ കുറേ പിള്ളേരുന്ന് ബുള്ളി ചെയ്യുന്ന കാണും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോ വന്നിട്ട് അവനെ അങ്ങ് രക്ഷിക്കും. അവിടെയുള്ള ചെറുക്കന്മാർ പറയും, ഇതിപ്പോൾ സ്കൂളല്ലല്ലോ, സ്കൂളിന് പുറത്തല്ലേ, ഞങ്ങൾക്ക് അവനെ ബുള്ളി ചെയ്താൽ എന്താ കുഴപ്പം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നിയോടേക്ക് വരും. എന്നിട്ടാണെങ്കിൽ വന്ന് ഈ കൊച്ചു പിള്ളേരത്ത് പറയും, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര വലിയ തെറ്റാണ്, നിങ്ങൾക്കിതിന് വലിയ ശിക്ഷ തന്നെ കിട്ടുമെന്ന്. ഇത് കേൾക്കുന്നേ ആ പിള്ളേർ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. അവരവിടെ നിന്നങ്ങ് പോവും. അപ്പോഴാണെങ്കിൽ നമ്മുടെ ജോയിയുടെ കൂടെ നിൽക്കുന്ന കൊച്ചു വെച്ചില്ലേ, അവൻ ചോദിക്കും, ഓ നിങ്ങളാണല്ലേ ഈ ചേച്ചി എപ്പോഴും പറയുന്ന ആ ഷിന്യു എന്ന് പറയുന്നയാൾ, എന്തായിരുന്നാലും നിങ്ങൾ സൂപ്പറാണ്, എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഓക്കെയാണ്, ഞാൻ ഈ നിങ്ങളുടെ മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യുവിന് നല്ല സന്തോഷമാവും. അതേപോലെ തന്നെ ഇവൻ്റെ നല്ല സ്മാർട്ട്നെസ് ഒക്കെ കാണുന്നത് നമ്മുടെ ഷിന്യു അവൻ്റെ അടുത്ത് പറയും, നിൻ്റെ ആ ഒരു സ്മാർട്ട്നെസ് കണ്ടിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി, ഞാനും നിന്നെ അപ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യുവിൻ്റെ അച്ഛനാണെങ്കിൽ ഷിന്യുവിൻ്റെ ആ ബെസ്റ്റ് ഫ്രണ്ടില്ലേ അവനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നേ. എന്നിട്ട് പറയും, എനിക്ക് ഉടനെ തന്നെ ഡിവോഴ്സ് വേണമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവനാണെങ്കിൽ പറയും, ഓൾറെഡി നിങ്ങളുടെ വൈഫാണെങ്കിൽ ഇവിടെ ഡിവോഴ്സിനുള്ള പെറ്റീഷൻ തന്നിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് റീസൺസും പറഞ്ഞിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ വൈഫിനെ അനാവശ്യമായിട്ട് മോശം വാക്കുകൾ യൂസ് ചെയ്യുന്നതൊക്കെ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, അതായത് നീ മന്ദബുദ്ധിയാണ്, നിനക്ക് ഒരു കഴിവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഷിന്യുവിൻ്റെ അച്ഛൻ ഭയങ്കര ഷോക്കായി പോകും. അതേപോലെ തന്നെ അയാൾക്ക് നല്ല വിഷമവും ഉണ്ടായിരുന്നു. അയാൾ വേഗം തന്നെ അയാളുടെ വൈഫിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരും. അവരെ വിളിച്ചു നോക്കും, എന്നാൽ അവർ ഫോൺ എടുക്കത്തുമില്ല, വീട്ടിലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഷിന്യുവിൻ്റെ അച്ഛനാണെങ്കിൽ ഷിന്യുവിനെ വിളിച്ചിട്ട് പറയും, നിൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, നീ എവിടെയാണെന്ന് ഒന്ന് തിരക്കണേ എന്ന്. അങ്ങനെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ അമ്മയെ വിളിക്കും. അവർ കോൾ എടുത്തിട്ട് പറയും, മോനെ എനിക്കാണെങ്കിൽ നല്ല കൺഫ്യൂഷനുണ്ട്, ഞാനാണെങ്കിൽ കുറേ കാലമായിട്ട് ആലോചിക്കുവാണ് ഇങ്ങനൊരു തീരുമാനം എടുത്താലോ എന്ന്. എന്നാൽ ഓരോ തവണയും ഞാനാണെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് അങ്ങ് ഇല്ലാണ്ടായി പോവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം ഇത്രയും വൈകി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, അമ്മയുടെ കൂടെയാണ് ഞാൻ, അമ്മ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും, അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യുവിൻ്റെ അമ്മയ്ക്ക് നല്ല സന്തോഷമാവും. അവർ പറയും, നീ എങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ വണ്ണിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷിന്യുവിൻ്റെ ആ ശത്രു ഇല്ലേ, ആ CEO, അവൻ്റെ കമ്പനിയിൽ അവിടെയായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ CEO വന്നിട്ട് പറയും, നിനക്ക് ഞാൻ കുറച്ച് പണം തരാം, നീ ഇത് വെച്ചോ എന്ന്. അപ്പം
അപ്പം നമ്മുടെ വണ്ണ് പറയും എനിക്കതിൻ്റെ യാതൊരു ആവശ്യമില്ല, എനിക്ക് ഓൾറെഡി പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ആ മേയറും എനിക്ക് നല്ലൊരു എമൗണ്ട് തരുന്നുണ്ട്, എനിക്കത് മാത്രം മതി. അപ്പോൾ ഈ CEO പറയും അങ്ങനെയല്ല, ഇനി നമ്മൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യാൻ പോകുന്നത്, ഞാൻ നിനക്ക് നല്ലൊരു പൊസിഷൻ ഇവിടെ തരാം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവരുടെ ഈ കമ്പനിയില്ലേ അവരാണെങ്കിൽ വർക്കുകളെല്ലാം നമ്മളുടെ ഷിന്നുവിൻ്റെ അച്ഛൻ്റെ കമ്പനിക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴവരത് സ്വിച്ച് ആക്കിയിട്ട് നമ്മുടെ ഷിന്നുവിൻ്റെ ശത്രു ആരാണോ അയാളുടെ കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിപ്പോൾ വലിയൊരു വാർത്തയും ആയിട്ടുണ്ട്. ഇതറിയുന്നത് നമ്മുടെ ഷിന്നു നല്ലതുപോലെ ടെൻഷൻ അടിക്കും. അവനാണെങ്കിൽ വേഗം തന്നെ അവൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ചോദിക്കും, അച്ഛൻ ഓക്കെ അല്ലേ, കമ്പനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും ഓക്കെ ആണ് മോനെ, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇങ്ങനൊരു കാര്യം വിളിച്ച് ചോദിച്ചില്ല. അവിടെയായിട്ട് കാണിക്കും ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇതിൻ്റെ പേരിൽ തന്നെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നടത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളതിപ്പോൾ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്നു ആണെങ്കിൽ വണ്ണിൻ്റെ ഓഫീസിലായിട്ട് വന്നിട്ട് അവൻ്റെ ടേബിളിൽ എന്തോ ഒരു സംഭവം ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ണാണെങ്കിൽ ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും ഞാനാണെങ്കിൽ ഇവിടെ ഒരു സീക്രട്ട് ഫയൽ നോക്കുവാണ്. അപ്പോൾ നമ്മുടെ വണ്ണ് പറഞ്ഞ് മനസ്സിലാകും നീ ആണെങ്കിൽ ഇനി മുതൽ എന്തായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊന്നും തലയിടേണ്ട യാതൊരു ആവശ്യമില്ല, ഓൾറെഡി കോൺട്രാക്റ്റ് നമ്മൾ വിചാരിക്കാത്ത ആളുടെ കയ്യിലെത്തി, ഇനിയിപ്പോൾ നീ അതിനെ മാറ്റാനൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഷിന്നു ആണെങ്കിൽ വണ്ണിൻ്റെ അടുത്ത് ചോദിക്കും എന്നാലും നീയും ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, നീ എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ണ് പറയും എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മേയറിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിന്നു ആണെങ്കിൽ ജോയിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അവളെ കാണുന്നതും അവനാണെങ്കിൽ കെട്ടിപ്പിടിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും എന്ത് പറ്റിയെന്ന്, എനിക്ക് ഓഫീസ് കാര്യത്തിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? അപ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ നമ്മുടെ ജോ പറയും അതൊക്കെ മനസ്സിലായി, നിൻ്റെ ചെറിയൊരു മാറ്റം പോലും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അവളിങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മയുണ്ടല്ലോ, അവരാണെങ്കിൽ ഷിന്നുവിൻ്റെ ആ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടിരുന്ന് സംസാരിക്കുന്നത്. അവരവിടെ പറയും ഞാനും ഇപ്പോൾ അറിഞ്ഞായിരുന്നു, അതായത് അവൻ്റെ അച്ഛനാണെങ്കിൽ എനിക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പോവുക എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അപ്പോഴെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ്റെ അച്ഛൻ്റെ കമ്പനിയാണെങ്കിൽ വലിയൊരു ക്രൈസിസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഷിന്നുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയും നിങ്ങളിപ്പോൾ ഡിവോഴ്സ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ, ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതും വലിയൊരു ന്യൂസ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന്. അതേപോലെ തന്നെ അവിടെയായിട്ട് നമ്മുടെ ഷിന്നുവും അതേപോലെ തന്നെ ജോയും വന്നായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് ഷിന്നു ആണെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മ പറയും എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഇവരെല്ലാവരും നല്ല കാര്യമായിട്ടിരുന്ന് സംസാരിക്കും. ഷിന്നുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നമ്മുടെ ജോയിനെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ നല്ല സങ്കടപ്പെട്ടിട്ട് ഫിറ്റായിട്ടിരിക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മ എത്തും. ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇവൻ്റെ അമ്മയെ കാണുന്നതും ഭയങ്കര സന്തോഷം. അപ്പോൾ അയാൾ ചോദിക്കും നീ എനിക്ക് ഡിവോഴ്സ് തരത്തില്ലല്ലോ, എൻ്റെ അടുത്ത് ഡിവോഴ്സ് ആവേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ഇമോഷണലി സംസാരിക്കും. എന്നിട്ട് നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മയുടെ അടുത്ത് ഷിന്നുവിൻ്റെ അച്ഛനാണെങ്കിൽ അയാളുടെ മനസ്സിലുള്ള ഫീലിങ്സ് എല്ലാം തുറന്ന് പറയും. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മയ്ക്കും നല്ല സന്തോഷമാകും. ഇയാൾക്കും അറിയാം അതായത് വല്ലപ്പോഴും ഒക്കെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂനിയനെയാണ്. അവളെ ആണെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന 2-3 ഫ്രണ്ട്സിനെയൊക്കെ പിടിച്ചിരുത്തി അവിടെ ആയിട്ടൊരു ഗെറ്റ് ടുഗദർ പാർട്ടി നടത്തും. അവിടെയായിട്ട് ഒരാളിനെ കാണിക്കും. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജോയിനെ ഭയങ്കര കാര്യമാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ യൂന വന്നിട്ട് പറയും നീ ഇപ്പോഴും ജോയിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, നിനക്ക് അവളെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഓഫീസിൽ പോയാൽ പോരായിരുന്നോ, എന്തിനാ ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂനയാണെങ്കിൽ ജോയിനെ പറ്റി കുറേ മോശം പറയും. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ജോ അവിടേക്ക് വരും. എന്നിട്ട് അവൾ പറയും എനിക്കറിയാം നിങ്ങളാണെങ്കിൽ ഇവിടെ ഒരു പാർട്ടി നടത്തുക എന്ന്. സത്യം പറഞ്ഞാൽ ഞാനും ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു നാണക്കേടും വിചാരിക്കാതെ ഈ പാർട്ടിയിലായിട്ട് വന്നങ്ങ് ജോയിൻ ചെയ്യും. അപ്പം നമ്മുടെ യൂന പറയും നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ ബോയ് ഫ്രണ്ടിനെ അടിച്ചെടുത്തിട്ട് ഇപ്പം എൻ്റെ മുമ്പിലായിട്ട് വന്നിരിക്കുന്ന. അപ്പം നമ്മുടെ ജോയ് ആണെങ്കിൽ പറയും സത്യം പറഞ്ഞാൽ സത്യം എന്തുവാന്ന് ഇവിടെ ഉള്ള ആർക്കും അറിയത്തില്ല, എനിക്കത് പ്രൂവ് ചെയ്യാനും പറ്റിയിട്ടില്ല. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നീ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് എന്നെ മനഃപൂർവ്വം കിസ് ചെയ്യാനല്ലേ പറഞ്ഞേ, എന്നിട്ടല്ലേ എൻ്റെ പേരിൽ നീ ഇങ്ങനൊരു സംഭവം പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയത്. എനിക്കറിയാം നീ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നേ ആയെന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വിറ്റ്നസ്സും ഉണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഇതൊന്നും പറയാൻ റെഡിയല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനയാണെങ്കിൽ അവളുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ആ ഇരിക്കുന്ന ആളില്ലേ അയാൾ തന്നെയാണ് നമ്മളുടെ ജോ പറയുന്ന ആ വിറ്റ്നസ്. എന്നിട്ട് നമ്മുടെ ജോ പറയും ഇപ്പം നീ നിൻ്റെ അച്ഛൻ്റെ പവർ യൂസ് ചെയ്തിട്ട് വീണ്ടും ഷിന്നുവിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത്
ഞാൻ കണ്ടോണ്ട് നിൽക്കത്തതൊന്നുമില്ല. നീ വിചാരിക്കുന്നതിനെക്കാട്ടിയും വലിയൊരു വില തന്നെ നീ അതിന് കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞ നമ്മുടെ ജോയാണെങ്കിൽ യൂനേനെ നല്ലതുപോലെ വരട്ടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയാണെങ്കിൽ ഒരപ്പൂപ്പനും അതേപോലെ തന്നെ കൊച്ചു നടന്നു വരാൻ നേരത്ത് നമ്മളുടെ ആ ഗാർഡനറില്ലേ അയാൾ വന്ന് ഇവരെ കണ്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിക്കുന്നതാണ്. അതൊന്നും നമ്മളെ നല്ല വ്യക്തമായിട്ട് കാണിക്കത്തില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഷിന്യു ജോയിനെ കാണുന്നത് കാണിക്കും. ഷിന്യു ആണെങ്കിൽ ജോയ്ക്ക് വേണ്ടിയിട്ടൊരു ഫ്ലവറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ പറയും, നോക്കിയാണ് ഈ ഫ്ലവറിനെ പോലെ നീ നല്ല സുന്ദരിയാ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയുടെ ഷർട്ടിലായിട്ടാണെങ്കിൽ ഇപ്പം നല്ല കറയുടെ പാടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഷിന്യു ചോദിക്കും ഇതെന്ത് പറ്റിയതാന്ന്. അപ്പം നമ്മുടെ ജോ പറയും, ഇന്നാണെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയതാ, അവിടെയായിട്ട് യൂനയും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും നല്ല അടിയായി, അതിൻ്റെ തെളിവായി ഈ കാണുന്നേ എന്ന്. അപ്പം നമ്മുടെ ഷിന്യു പറയും, എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിലും സൂപ്പർ അല്ലേ, നീ തന്നെയായിരിക്കും ജയിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ നല്ല പ്രൗഡായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും നമ്മുടെ ഷിന്യുവിൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ നമ്മുടെ ജോയാണെങ്കിൽ ഷിന്യുവിൻ്റെ ഷർട്ട് എടുത്തിട്ട് അവൻ്റെ മുമ്പിലായിട്ട് വന്ന് നിൽക്കും. ഇത് കാണുന്നേ നമ്മുടെ ഷിന്യുവിന് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാവിലെ ആണെങ്കിൽ നമ്മുടെ ആ മുത്തശ്ശിയില്ലേ അവരാണെങ്കിൽ നമ്മുടെ ഷിന്യുവിനെ വിളിക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കും എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൻ പറയും, അതിന് ഞാനിവിടെ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ ആ മുത്തശ്ശി പറയും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് നല്ലതുപോലെ അറിയാം, ഞാനത് നല്ലതുപോലെ വിറ്റ്നസ് ചെയ്തു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു നല്ലപോലെ ഞെട്ടിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജോയ് ആണെങ്കിൽ അവളുടെ ഡ്യൂട്ടി കാര്യത്തിനായിട്ട് പുറത്ത് വരുന്നതാണ്. ഇപ്പോൾ അവളുടെ കൂടെ 2 ബോഡി ഗാർഡ്സും ഉണ്ട്. അതേപോലെ തന്നെ അവിടെയായിട്ട് ഒരപ്പൂപ്പൻ വന്നിട്ട് നമ്മുടെ ജോയുടെ അടുത്ത് സംസാരിക്കാൻ ഒരുങ്ങും. അപ്പോൾ ബോഡി ഗാർഡ്സ് ആ അപ്പൂപ്പനെ ഇവളുടെ അടുത്ത് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ജോ പറയും, നിങ്ങൾ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ഈ അപ്പൂപ്പനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നേ, ഞങ്ങൾക്ക് കുറച്ച് തനിച്ച് സംസാരിക്കാൻ സമയം തരണോ എന്ന്. അങ്ങനെ നമ്മുടെ ജോയ് ആണെങ്കിൽ അപ്പൂപ്പനോട് സംസാരിക്കുന്ന കാണിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്യുവിനെയാണ്. അവനവിടെ അവൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവൻ്റെ ബോഡി ഗാർഡ്സിൻ്റെ അടുത്ത് നിന്ന് കോൾ വരും. എന്നിട്ട് ആ ബോഡി ഗാർഡ്സ് പറയും, അതായത് ഇപ്പം നമ്മുടെ ജോയിനെ ഇവിടെ എങ്ങും കാണാനില്ല, അവളിപ്പം മിസ്സിങ് ആണ് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യു നല്ലതുപോലെ പേടിച്ചു. അവനാണെങ്കിൽ നമ്മുടെ ജോയുടെ ലൊക്കേഷൻ എവിടെ ആയെന്ന് നോക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത്, അതായത് മൗണ്ട് ഓജുവിൽ തന്നെയാണ് നമ്മുടെ ജോയുടെ ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ പോലീസിനൊക്കെ വിവരം അറിയിച്ച് അവൻ അങ്ങോട്ടേക്ക് വേഗം തന്നെ ഓടിപ്പോവും. അതേപോലെ തന്നെ നമ്മളെ ആ ഗാർഡനറിനെ കാണിക്കും. അയാളാണെങ്കിൽ ഇപ്പോൾ ഒരു ഗുഹയിലായിട്ട് നമ്മുടെ ജോയിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് അയാളവിടെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നു. നമ്മുടെ ജോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ബോധം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.